എയിംസിനായി കേരള സർക്കാർ കിനാലൂരിൽ ഭൂമി അനുവദിച്ച് വർഷങ്ങളായി കാത്തിരിക്കുമ്പോഴും വീണ്ടും എയിംസ് പ്രഖ്യാപനം ഇല്ലാതിരുന്നതിൽ അദ്ദേഹം കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. എടാ കോപ്പെ, എന്തേ എയിംസ് തരാത്തതെന്ന് ചോദിക്കാൻ മലയാളിയുടെ സംസ്കാരം അനുവദിക്കില്ലെന്നും, പക്ഷെ മാന്യമായി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത കേന്ദ്രത്തിനുണ്ടെന്നും റഹീം വ്യക്തമാക്കുന്നുണ്ട്. കേരളം ഇന്ത്യൻ യൂണിയനിലെ അടിമകളല്ലെന്നും ഭരണഘടനാ അവകാശങ്ങളുള്ള ഒരു സംസ്ഥാനമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയിൽ വലിയ സംഭാവനകൾ ചെയ്യുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ മാതൃകയായി സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട സംസ്ഥാനത്തോട് കാണിക്കുന്ന ഈ സാമ്പത്തിക വിവേചനത്തിന് കേരളം ഒറ്റക്കെട്ടായി കണക്ക് ചോദിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ട്രംപ് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളോട് സാമ്പത്തിക യുദ്ധം നടത്തുന്നത് പോലെ മോദി സർക്കാർ കേരളത്തോടും തമിഴ്നാടിനോടും സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുകയാണെന്നും അതിൽ കേരളം തോറ്റുപോകില്ലെന്നും റഹീം തന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്.